പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, അതിന് ശരണമെന്നാ പറയണത്. ഇപ്പൊ പത്രോസ് എന്താ ചോദിച്ചത്? എല്ലാവരും അവരുടെ വഴിക്ക് പോയല്ലോ, നിനക്ക് നിന്റെ വഴിക്ക് പോകാൻ മേലേന്ന് ചോദിച്ചപ്പോൾ എന്നാ പത്രോസ് പറഞ്ഞത്? ഞങ്ങൾ യോഹന്നാൻ 6:68 അല്ലേ, ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും? എന്താ കാരണം? നിത്യജീവൻ്റെ വചനങ്ങൾ. ഇത് അവസാനവും പത്രോസ് പറയുന്നുണ്ട്. പത്രോസിനെ കൊണ്ട് കർത്താവ് ഈ വചനം പഠിപ്പിച്ചിട്ടാണ് 3000 പേരെ ജ്ഞാനസ്നാനപ്പെടുത്തിയത്. 3000 പേര് പത്രോസിൻ്റെ പ്രസംഗത്തിൽ ജ്ഞാനസ്നാനപ്പെട്ടില്ലേ? ഒറ്റ പ്രസംഗത്തിൽ ഇല്ലേ? അതെന്താ? നമ്മുടെ നടപടി 4-ാം അധ്യായം. അതായത് ദിവ്യകാരുണ്യത്തെക്കുറിച്ച് ആ മനുഷ്യനെടുത്ത നിലപാട്, ആ നിലപാടിൻ്റെ വചനത്തിൻ്റെ അകത്ത് ഭയങ്കര പവറാണ്. എന്താ കാര്യം? നമ്മൾ നിൽക്കുന്തോറും നമ്മുടെ വിശ്വാസം മൂത്ത് വരും. മനസ്സിലായില്ലേ മക്കളെ? ഓരോരുത്തർ കിട്ടച്ചും പോയി പ്രാർത്ഥനയും മുടക്കി. ഇപ്പം നിൻ്റെ വീട്ടിൽ തന്നെ നിൻ്റെ മകൻ പ്രാർത്ഥിക്കണില്ല, അവൻ IELTS മൊഡ്യൂൾസ് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഇനി എന്നാത്തിനാണ് പ്രാർത്ഥിക്കുക, ഇത് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം അതും കിട്ടിയില്ല. അതുകൊണ്ട് പ്രാർത്ഥന അവൻ സ്റ്റോപ്പ് ചെയ്യണ മുമ്പ് തന്നെ നിൻ്റെ ഭർത്താവ് സ്റ്റോപ്പ് ചെയ്ത്. ഓരോ ആൾക്കാർ പ്രാർത്ഥന സ്റ്റോപ്പ് ചെയ്യാൻ തോന്നുമ്പോൾ എന്താ സംഭവിക്കണത്? നിൻ്റെ പ്രാർത്ഥനയ്ക്ക് വില കൂടിക്കൊണ്ടിരിക്കുന്നു. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. വിലയേറിയ പ്രാർത്ഥനകൾ നൽകാൻ, അഭിഷേകത്തോടെ പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് ശക്തി കരുത്ത് നൽകണമേ. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നോനേ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നു. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നോനേ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നു. സ്വർഗീയാനുഗ്രഹ ഭണ്ഡാരത്തിൽ വാതിൽ തുറക്കണമേ. സ്വർഗീയാനുഗ്രഹ ഭണ്ഡാരത്തിൽ വാതിൽ തുറക്കണമേ. ഉയർത്തിയടിച്ചുകൊണ്ട് കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും. എപ്പോഴും അതായത് ഓരോരുത്തന്മാർ വിശ്വാസത്തിൽ വീണ് വരുമ്പോഴേ എന്താ സംഭവിക്കുന്നത്? അവശേഷിക്കുന്നവൻ്റെ വിശ്വാസത്തിന് മൂല്യം കൂടിക്കൊണ്ടിരിക്കും. മനസ്സിലായ? സത്യം മനസ്സിലായ? വിശ്വാസം അവശേഷിക്കേണ്ടതാണ്. വിശ്വാസം അവശേഷിക്കേണ്ടതാണ്. കാര്യം എന്താ പറയണത്? അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കാതിരിക്കുമോ എന്ന് ഈശോ ചോദിച്ചോ. എന്നിട്ട് എന്താ ഈശോ? നീതി നടത്തി കൊടുക്കും. പക്ഷേ മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം അവശേഷിക്കുമോ? പ്രൈസ് ദി ലോർഡ്. മനസ്സിലായില്ലേ? കർത്താവ് അതായത് എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ നമുക്ക് 18:7 ലുക്കായുടെ സുവിശേഷം, എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ എന്ന് പറഞ്ഞ് ഭൂമിയിൽ വിശ്വാസം അവശേഷിക്കുമോ? അപ്പോൾ എന്താ ചോദിക്കണത്? അപ്പോൾ ദൈവം നമ്മളിൽ അവശേഷിക്കണമെന്ന് കരുതണത് എന്താണ്? വിശ്വാസം. പക്ഷേ വിശ്വാസം അവശേഷിക്കാൻ വേണ്ടി ദൈവം മനുഷ്യപുത്രൻ വരുമ്പോൾ എന്താണ് അവശേഷിക്കേണ്ടത്? അവശേഷിക്കുന്ന വിശ്വാസം, അതിജീവിക്കുന്ന വിശ്വാസം ഒക്കെ ബൈബിളിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. പക്ഷേ ഈ മനുഷ്യപുത്രൻ വരുമ്പോൾ എന്ന് പറഞ്ഞില്ലേ, മനുഷ്യപുത്രൻ എപ്പോഴാണ് വരണത്? അതാണ് പ്രശ്നം. മനുഷ്യപുത്രൻ എപ്പോഴാണ് വരണത്? കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് കാലത്തിൻ്റെ അടയാളങ്ങൾ വിവേചിക്കാൻ കഴിയുമോ? മർക്കോസിൻ്റെ 13:28 വരുമ്പോൾ എന്താ പറയണത്? കാലത്തിൻ്റെ ഭാവമാറ്റങ്ങൾ പ്രവചിക്കാൻ കഴിയുമോ? അത്തിമരത്തെ കണ്ട് പഠിക്കുവിൻ. അത്തിമരത്തെ കണ്ട് എന്ത് പഠിക്കാനാണ് പറയണത്? അത്തിമരത്തിൻ്റെ തണ്ടുകൾ ഇളതാകുമ്പോൾ അതിന് തളിർപ്പുണ്ടാകുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈശോ പറയണത്. ഈശോ എല്ലാം പോസിറ്റീവായിട്ട് പറയത്തുള്ളേ. അത്തിമരത്തിൻ്റെ ഇല കൊഴിയണ കാര്യം ഈശോ പറഞ്ഞില്ല. തളിർപ്പുണ്ടാകണ എപ്പോഴാണ്? നമുക്കറിയാം. അമ്പലമായാലും ശരി, റബ്ബറായാലും ശരി, ഇല കൊഴിയണ ഒരു കാലമുണ്ട്. ഇല കൊഴിയണ എപ്പോഴാണ്? വേനൽക്കാലം. ഈശോ പറഞ്ഞു വേനൽക്കാലമാണെന്ന് ഈശോ പറഞ്ഞു. അത്തിമരത്തിൻ്റെ കമ്പുകൾ ഇളതാവുകയും അത് പുതിയ നാമ്പുകൾ ഉണ്ടാകുകയും ചെയ്യുന്നത് വേനൽക്കാലത്താണെന്ന് ഈശോ പറഞ്ഞു. അപ്പോൾ വേനൽക്കാലത്ത് എന്താ സംഭവിക്കണത്? ഇല കൊഴിയും. ആദ്യം ഇല കൊഴിയണതാണ് പറയേണ്ടിയിരുന്നത് കർത്താവ്. അത് നെഗറ്റീവ് ഫാക്ടർ ആയത് കാരണം ഈശോ അത് അവോയ്ഡ് ചെയ്യും. അതിൻ്റെ പോസിറ്റീവ് ഫാക്ടർ പറയും. എന്ത് പറയും? തളിർക്കണ കാര്യം പറയും.
മനസ്സിലായില്ലേ? തളർക്കണ കാര്യം പറയും. വേനൽക്കാലം ഇല കൊഴിയുടെ കാലമാണെന്ന് പറയുന്നതിന് പകരം ഈശോ എന്ത് പറയും? വേനൽക്കാലം കഴിയുമ്പോൾ ഇല തളർക്കുമെന്ന് പറയുമല്ലോ. ഒന്ന് ശ്രദ്ധിച്ചാൽ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകൾ ഉയർത്തി സ്തുതിക്കട്ടെ. കർത്താവേ, ഞങ്ങളെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആരാധിച്ച് വണങ്ങുന്ന കർത്താവേ, രോഗദുരിതങ്ങൾ, വേദനകൾ, വിഷമതകൾ, ഞങ്ങളുടെ ജീവിത സങ്കടങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കരങ്ങൾ ഉയർത്തി ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, തൊഴിൽ മേഖലകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കർത്താവേ, IELTS എക്സാം എഴുതുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, OET എക്സാം എഴുതുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, വിദേശ ജോലി ആഗ്രഹിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതായത് മർക്കോസ് 13:28 അത്തിമരത്തിൽ നിന്ന് പഠിക്കുവേൻ, അതിൻ്റെ കൊമ്പുകൾ ഇളതായി തളർക്കുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാം. കൊമ്പ് തളർക്കുമ്പോൾ എന്ത് സംഭവിക്കണമെന്ന്? അപ്പം തളർക്കുന്ന കാര്യത്തിനാണ് ഈശോ പ്രാധാന്യം കൊടുക്കുന്നത്. തളർക്കണ മുമ്പ് എന്താ സംഭവിക്കണത്? ഇല കൊഴിയും. അപ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന മോശം അനുഭവങ്ങൾക്കല്ല വിശ്വാസി പ്രാധാന്യം കൊടുക്കേണ്ടത്. ജീവിതത്തിലുണ്ടാകുന്ന നെഗറ്റീവ് അനുഭവങ്ങൾക്കല്ല വിശ്വാസി പ്രാധാന്യം കൊടുക്കേണ്ടത്. പല ആൾക്കാരും വിശ്വാസം വിട്ടുപോയത് നെഗറ്റീവ് അനുഭവങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടാണ്. വേനൽക്കാലത്ത് ഇല വാടിപ്പോവുകയും കരിഞ്ഞു പോവുകയും അടർന്നു പോവുകയും ചെയ്യും. അതിന് പകരം ഈശോ പറയും, തളർത്ത് വരുന്ന നോക്ക്, ചുമ്മാ പുണ്യായിട്ട് നോക്കാമല്ലേ, പിന്നീട്ട് നോക്കാൻ പറയും. കൊളോസ്യൻസിൽ അങ്ങനെ വചനമില്ലേ? ഇല്ലേ? നിങ്ങൾ ഉന്നതങ്ങളിലെ കാര്യങ്ങൾ അന്വേഷിക്കുവിൻ. കൊളോസ്യൻസ് 3:11 അങ്ങനെ വചനമില്ലേ? നിങ്ങൾ യേശുക്രിസ്തുവിനോട് ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് പറയണത്? ഉന്നതങ്ങളിലെ കാര്യങ്ങൾ അന്വേഷിക്കുവിൻ. അവിടെ എന്താ സംഭവിക്കണത്? ഉന്നതങ്ങൾ എന്താ സംഭവിക്കണത്? കർത്താവ് യേശു ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലത് ഭാഗത്തിരിക്കുന്നു. അപ്പോൾ എല്ലാത്തിൻ്റെയും ഉന്നിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നോക്കാനാണ് ഈശോ പറയണത്. മറ്റേ കാര്യങ്ങൾ തകർച്ച, ഞാൻ ഇത്രയും പഠിച്ചല്ലോ, എൻ്റെ കൂട്ടുകാരെല്ലാം കെട്ടിപ്പോയല്ലോ, എൻ്റെ കല്യാണം കഴിച്ച എൻ്റെ സഹപ്രവർത്തകർക്കെല്ലാം കുഞ്ഞുങ്ങളൊക്കെ ആയല്ലോ, അവർ വീട് വെച്ചല്ലോ, ഇങ്ങനെ അവരെ നോക്കി ഇരിക്കണതിന് പകരം കർത്താവിനെ നോക്കാൻ പറഞ്ഞിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ഒരിക്കലും നിങ്ങളുടെ ശ്രദ്ധ കളയരുത്. ശ്രദ്ധ ഈശോയിൽ തന്നെ ആയിരിക്കണം. നിങ്ങൾക്ക് ചില സമയത്ത് പറയണത് അവിടെ ഇവിടെ നോക്കും. നിങ്ങൾ മറ്റുള്ളവർക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കും. അവിടെ നിങ്ങളെക്കാൾ മെച്ചമായിട്ട് എന്തെങ്കിലും പറയാം, അപ്പോൾ മനസ്സിടിച്ച് കളയും. അങ്ങനെ മനസ്സിടിക്കരുത്. പത്രോസ് മനസ്സിടിക്കാതെ നിന്ന് എല്ലാവരും ഇട്ടച്ചും പോയ സമയത്തും മനസ്സിടിക്കാതെ ഒറ്റക്ക് നിന്ന മനുഷ്യനാണ്. അങ്ങനെയാണ് കർത്താവ് വചനം പഠിപ്പിച്ചത്. പത്രോസിനോട് ചോദിച്ചു, നിങ്ങൾക്ക് പോകണമെന്നുണ്ടോ? പത്രോസ് എന്ത് പറഞ്ഞു? ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും. അതാണ് യോഹന്നാൻ 6:68. ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ അങ്ങേ പക്കലാണല്ലോ എന്ന് പറഞ്ഞ വചനത്തിന് ഭയങ്കര ഹെവി കലോറിയാണ്. ആ വചനം വീണ്ടും പത്രോസ് അനുഭവത്തിലൂടെ പഠിച്ചിട്ട് പത്രോസ് പിന്നീട് കർത്താവിൻ്റെ സ്വർഗാരോഹണം കഴിയുമ്പോൾ പത്രോസ് പറയും, മറ്റൊരുവൻ രക്ഷയില്ല, ഒരിടത്ത് പോയിട്ടൊരു കാര്യവുമില്ല, ആകാശത്തിന് ഭൂമിക്കും മധ്യേ മനുഷ്യ രക്ഷ നൽകാൻ the single name is given, the name of Jesus Christ എന്ന് പറയും. എന്താണ്? കർത്താവിന് നാമമേ നൽകപ്പെട്ടിട്ടുള്ളൂ. നടപടി 4:12 പറയണത് യോഹന്നാൻ 6:68 അനുഭവത്തിൽ നിന്നാണ് പത്രോസ് പറയണത്. അത് കേട്ടപ്പോൾ മനസ്സിലായ ജനങ്ങൾക്ക് മറ്റൊരുവൻ രക്ഷയില്ലെന്ന് പറഞ്ഞപ്പോൾ അവർ യേശുക്രിസ്തു നാമത്തിൽ രക്ഷിക്കപ്പെട്ട് ജ്ഞാനസ്നാനം സ്വീകരിച്ച് കൈ അടിച്ച് കർത്താവ് ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ തന്നെ ഇക്കാര്യങ്ങൾ സംഭവിക്കുന്നത് കാണുമ്പോൾ അവൻ സമീപത്ത് വാതിക്കൽ എത്തിയിരിക്കുന്നു എന്ന് ഗ്രഹിച്ചു കൊള്ളുക. പ്രൈസ് ദി ലോർഡ്. അത് മർക്കോസിൻ്റെ സുവിശേഷം 13:29. അതായത് അത്തി മരം ഇല കൊഴിയുമ്പോൾ, വേനൽക്കാലം വന്ന് കഴിയുമ്പോൾ, അതുപോലെ തന്നെ ഇക്കാര്യങ്ങൾ സംഭവിച്ചത് കാണുമ്പോൾ അവൻ സമീപത്ത് വാതിക്കൽ എത്തിയിരിക്കുന്നുവെന്ന് ഗ്രഹിച്ചു കൊള്ളുക. മനസ്സിലായ മക്കളെ? എന്തിനാണ് ഇപ്പോൾ ഈശോ ഇത് പറയണത്? നേരത്തെ ഒരു വചനം പറഞ്ഞില്ലായിരുന്നോ? എന്താ പറഞ്ഞത്? 18:7 പറഞ്ഞില്ലേ? ലുക്കായുടെ സുവിശേഷത്തിൽ പറഞ്ഞില്ലേ? എന്താ പറയണത്? അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ച് അപേക്ഷിക്കുന്നവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കാതിരിക്കുമോ? അതിന് കാലവിളംബം വരുത്തുമോ എന്ന് ചോദിച്ചു. എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ, 18:7 ലുക്കായുടെ സുവിശേഷം, എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ അല്പമെങ്കിലും വിശ്വാസം അവശേഷിച്ചിട്ടുണ്ടായിരിക്കുമോ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മനുഷ്യപുത്രൻ വരുമ്പോൾ അവശേഷിച്ചതായിട്ട് കാണപ്പെടുന്നത് എന്ത് വിഷയമാണ്? വിശ്വാസം. കൈയടിച്ച് കർത്താവില്ല. പക്ഷേ പിന്നീട് ഇപ്പോൾ വ്യാഖ്യാനിച്ച പരിശുദ്ധാത്മാവ് എന്താ പറയണത്? മനുഷ്യപുത്രൻ വരുമ്പോൾ അവശേഷിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് ദൈവം നോക്കുന്നത് വിശ്വാസമാണ്.
പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്താണ്? മനുഷ്യപുത്രൻ എപ്പോഴാണ് വരണത്? വേനൽക്കാലം കഴിഞ്ഞേ വരത്തുള്ളൂ. പിടികിട്ടിയാ? മനസ്സിലായില്ലേ? അത് വളരെ ജ്ഞാനവരത്തോടെ. ഇപ്പം എപ്പോഴാണ്? ഇപ്പോൾ മർക്കോസ് 13:29 എന്താ പറയണത്? അതുപോലെ തന്നെ ഇക്കാര്യങ്ങൾ സംഭവിക്കുന്ന കാണുമ്പോൾ, ഏത് കാര്യങ്ങളാണ്? അത്തിവൃക്ഷത്തിൻ്റെ ഇല അടർന്നു പോകുന്നതും വേനൽക്കാലം ഉള്ള തണലിൽ നഷ്ടപ്പെടുന്നത് കാണുമ്പോൾ ഓർക്കുക, അവൻ പടിവാതിക്കൽ നിൽക്കുന്നുവെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവൻ കൈവിട്ടെന്ന് നോക്കാനല്ല പറഞ്ഞിരിക്കണത്. നിന്റെ അത്തിവൃക്ഷങ്ങളുടെ തണലുകൾ നഷ്ടപ്പെടുമ്പോൾ, നിന്റെ തണലുകൾ നഷ്ടപ്പെടുമ്പോൾ, പണ്ട് ഞാൻ എൻ്റെ സ്വന്തം ഇടവക ഇരുന്നിട്ടുണ്ട്. എൻ്റെ സ്വന്തം ഇടവക പള്ളിത്തോട്. അപ്പോൾ അവിടെ പോകാൻ കുറച്ച് പ്രശ്നമായിരുന്നു. കാര്യം കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ അംഗീകരിക്കപ്പെടുന്നില്ലെന്ന്. അത് കാരണം ഞാൻ ഒരു ദിവസം 13 കൊന്ത വെച്ച് ചെല്ലി 45 ദിവസം ചെല്ലിയിട്ടാണ് സ്വന്തം ഇടവക പള്ളി ചാർജെടുക്കാൻ പോയത്. പക്ഷെ അതിന് ഗുണമുണ്ടായി. ഒരു നാട്ടുനടപ്പും രീതികളും ഒക്കെ ഉണ്ടെങ്കിലും പ്രാർത്ഥിച്ച ഏത് വിധിയെയും തിരുത്താൻ പറ്റും. ഞാൻ 10-32 കൊല്ലമായി ഇപ്പോൾ സഭയിൽ വൈദിക ശുശ്രൂഷ ചെയ്യണത്. ഇന്ന് ഞാൻ പറയും, എൻ്റെ ഇടവക ഇരുന്ന സ്വന്തം ഇടവക ജോലി ചെയ്ത ആ 3 കൊല്ലമായിരുന്ന പൗരോഹിത്യത്തിൻ്റെ ഏറ്റവും സുന്ദരമായ കാലം. കാര്യം ജനങ്ങളും അതുപോലെയായിരുന്നു. അടുക്കളയിലെ മേടൽ ആൾക്കാരൊക്കെ, ചുറ്റോട്ടുള്ള ആൾക്കാർ ഞങ്ങളുടെ ഒട്ടുമുറിയിലും ഒക്കെ ആയിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അവർ തോന്നുമ്പോഴൊക്കെ വരും, തട്ടിങ്ങളൊക്കെ പൊക്കി നോക്കും, അച്ഛന്മാർക്ക് അറിവുണ്ടാകുന്ന നോക്കും, ഇല്ലെങ്കിൽ കൊണ്ടുവന്ന് വെക്കും. അല്ല തുമ്മുക ചിരിക്കുക ചുമക്കുക ചെയ്യണമെങ്കിൽ അപ്പം തന്നെ പോയി വെള്ളമൊക്കെ ചൂടായി കൊണ്ടുവരും. അവിടെ ആവി പിടിപ്പിച്ചിട്ടേ പോകത്തുള്ളൂ. അതുപോലെ ഒരു ഇടവ ഞാൻ പിന്നെ ഒരിക്കലും ഇരുന്നിട്ടില്ല. അപ്പോൾ എന്തെല്ലാമാണ് നമ്മുടെ ഇപ്പം നിങ്ങളിപ്പോൾ കല്യാണം കഴിച്ചൊക്കെ പോകുമ്പോൾ നിങ്ങൾ ഉൾക്കണ്ടമായിരിക്കും. അപ്പോൾ നിങ്ങൾ ഓർക്കും, ദൈവമേ അവിടെ നാത്തുമാരുണ്ട്, നാത്തുമാരുടെ പടയാണുള്ളത്, അല്ലെങ്കിൽ ചില പറയും അവിടെ വയസ്സൻ കോളനിയാണ്, എല്ലാ വയസ്സന്മാരാണ് ഉള്ളത്, എല്ലാം എൻ്റെ മകളുടെ നടുവടിയുമായിരിക്കും എന്നൊക്കെ പറയത്തില്ലേ? മണ്ടത്തരമാണ്, പിശാസിൻ്റെ ഉപദേശങ്ങളാണ്. ഇപ്പോൾ ചില കല്യാണം കെട്ടിച്ച് വിടുമ്പോൾ പറയത്തില്ലേ, അവിടെ കെട്ടിക്കുന്നത് അവിടെ നാത്തൂൻ്റെ എട്ടുകൾ, അമ്മയും നാത്തുമാരും കൊണ്ട് നിന്നെ എലി അപ്പം തിന്ന പോലെ തിന്നുമെന്ന് പറയും. അല്ലെങ്കിൽ പറയും അവിടെ മുഴുവൻ വയസ്സാണ്, ഭർത്താവിൻ്റെ അപ്പന്മാരുണ്ട്, അത് ഭാര്യയുടെ അപ്പന്മാരുണ്ട്, പിന്നെ വേറെ ഒരു വയസ്സിനെ കണ്ടത് ആരും ആവും. അതുകൊണ്ട് എൻ്റെ മകളെ നീ പോകണ്ടെന്ന് പറയും. പക്ഷേ എൻ്റെ മകളെ ഇവിടെയാണ് പോകേണ്ടത്. എന്താ കാര്യം എന്നറിയാവോ? ഞാൻ ഇതുപോലെയുള്ള പ്രയാസത്തിലാണ് ആ വിഷയത്തിൽ ചെന്നത്. പക്ഷെ ഞാൻ എന്ത് ചെയ്ത്, ഞാൻ 13 കൊന്ത, ഇപ്പോൾ ഈശ്വരിക്കണ്ടല്ലോ, 13 കൊന്ത വെച്ച് 45 ദിവസം പ്രാർത്ഥിക്കാൻ കർത്താവ് എനിക്ക് സമയം തന്നു. 45 ദിവസം പ്രാർത്ഥിച്ചിട്ടാണ് 13 കൊന്ത വെച്ച് പ്രാർത്ഥിക്കാൻ പോയത്. അപ്പോഴെന്ത് ചെയ്യും? നിങ്ങൾക്കറിയാവോ, ഈ ജെറീക്കോ പട്ടണം കീഴടക്കുന്നതിന് മുമ്പ് ജനങ്ങൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ജെറീക്കോ പട്ടണം കീഴടക്കുന്നതിന് മുമ്പ് ജനങ്ങൾ എന്താ പറയണത്? അവിടെ രാക്ഷസവർഗമാണ് അവിടെ ഉള്ളതെന്നാണ് പറയണത്, ഇല്ലേ? രാക്ഷസവർഗമാണ് അവിടെ ഉള്ളത്. പക്ഷേ ജോഷുവ 6:2 6:7 ജോഷുവ എന്താ പറയണത്? അത് കർത്താവ് നമുക്ക് ഏൽപ്പിച്ചു തരുമെന്ന്. കൈ അടിച്ച് കർത്താവ് ശക്തമായി സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, വചന പ്രബോധനത്താൽ ശക്തിപ്പെടുത്തുന്നവർ നന്ദി പറയുന്നു. വിദൂരങ്ങളിൽ പ്രാർത്ഥിക്കുന്നവരെ ആകാശം മാറും, ഭൂതലവും മാറും, ആദ്യം മുതൽ മാറാതുൾ തിരുവചനം മാറും. എല്ലാവരും കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മായാതുൾ തിരുവചനം മാറും. വചനത്തിൻ്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിൻ്റെ അതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിൻ്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിൻ്റെ അതിര്